റോഷിപാൽ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. മഞ്ഞ ടീഷർട്ട് ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് SITയുടെ നീക്കം തന്ത്രപരമായിട്ടായിരുന്നു. ഇത്രയും അധികം സംഘം അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി റോഷി ഈ KPM റീജൻസി നമ്മൾ കാണിക്കുമ്പോൾ ഇതേ ആംഗിളിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ തെരഞ്ഞെടുത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അന്ന് നീലപ്പെട്ടി വിവാദം നമ്മൾ കണ്ടതാണ്. ആ സമയത്തും ഇതേ സ്ഥലത്ത് വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിൽ ചെറിയ സംഘർഷമുണ്ടാകുന്നതും അതേ സ്ഥലത്തുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ മറ്റൊരു കേസിൽ തുടർച്ചയായ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അരുൺകുമാർ, അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പെട്ടി വിവാദം ഉയർന്നപ്പോൾ ഇതേ ഹോട്ടലിൽ തന്നെയായിരുന്നു ആ വിവാദത്തിന്റെ കേന്ദ്രം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് താമസിച്ചത് അതേ ഹോട്ടലിലായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫ്ളാറ്റിൽ നിന്നും ഈ പീഡന കേസുകളിൽ പ്രതിയായതോടെ അവർ റെസിഡൻസ് അസോസിയേഷൻ ഫ്ളാറ്റ് അസോസിയേഷൻ അവിടുന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒഴിഞ്ഞ് പിന്നീട് ഈ ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെ പാലക്കാട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ കൂടിയാണ് KPM. ആ ഹോട്ടലിൽ താമസിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ കാലത്തിന്റെ കാവ്യനീതി പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അതേ ഹോട്ടലിൽ വെച്ച് അന്ന് വലിയ വിവാദം ഉണ്ടാക്കി പോലീസിനെയൊക്കെ കബളിപ്പിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവിടെ അതേ ഇടത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പീഡന കേസിൽ, ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ, അന്ന് വലിയ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ആ ഹോട്ടൽ. അങ്ങനെ വലിയ വിവാദത്തിന് കേന്ദ്രമായി ആ ഹോട്ടൽ മാറുകയും ചെയ്തിരുന്നു. ഏതായാലും അവിടെ വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ തന്ത്രപരമായ നീക്കത്തിനൊടുവിലാണ് പിടിച്ചത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ചോർന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ തന്നെ മുങ്ങുമെന്നറിയാം. മുങ്ങിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കാൻ കർണാടകയിലും തമിഴ്നാട്ടിലുമായി വലിയ സംഘമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും രഹസ്യമായി മുന്നോട്ട് പോയത്. അന്ന് മുങ്ങിയത് എവിടെയാണെന്ന് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. ആരാണ് സംരക്ഷണം നൽകിയത്? കർണാടകയിലെ ഒരു ഉന്നതനാണ്, ഒരു കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു കോൺഗ്രസിന്റെ യുവ നേതാവാണ് സംരക്ഷണം ഒരുക്കിയത്. ആഡംബര വസതികളിലും ആഡംബര ഹോട്ടലിലുമൊക്കെ ആണ് അന്ന് ഒളിജീവിതം നയിച്ചത് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. സമാനമായി പോലീസിന് എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഇടങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അഭയം നൽകിയത് കർണാടകയിലെ യുവ കോൺഗ്രസ് നേതാവാണെന്ന നിഗമനത്തിലെത്തി. അതുകൊണ്ടാണ് ഇത് രഹസ്യമാക്കിയത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ചോർന്നാൽ പാലക്കാട്ട് നിന്നും നേരെ കോയമ്പത്തൂരേക്ക് കടക്കും. അതുവഴി കർണാടകയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന ബോധ്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനമാണ്. കാരണം സുപ്രധാനമായ പല ഡിജിറ്റൽ തെളിവുകളും അത് സ്ഥിരീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് ക്ഷമയോടെ അന്വേഷണ സംഘം കാത്തിരുന്നത്. ഏതാണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ പിടികൂടാനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതാണ്. പകൽ സമയത്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ വൈകിട്ട് മതി എന്ന രീതിയിൽ അത് കൂടിയാലോചനകൾക്ക് ശേഷം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു സൂചന ലഭിച്ചാൽ പ്രതിരോധം ഉയർത്തുമെന്ന ബോധ്യം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടാണ് പരാതി ലഭിച്ചിട്ട് ഇത്രയും ദിവസം വൈകിയത്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലും ഏറെ വൈകിയിട്ടുണ്ട്. പരാതി ലഭിച്ച് പ്രാഥമിക പരിശോധന നടത്തി മൊഴിയെടുത്ത് തെളിവ് ശേഖരണം നടത്തിയതിനു ശേഷം അസാധാരണമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് റോഷി. ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഭീഷണി മൂലം പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും അതിജീവിത ധൈര്യപൂർവ്വം രംഗത്ത് വന്നതോടുകൂടിയാണ് മൂന്നാമത്തെ പെൺകുട്ടി, വിദേശത്ത് കഴിയുന്ന തിരുവല്ല സ്വദേശിയായ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാകുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുടെ ഈ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ അത് മറ്റാരുടെയോ ഗർഭമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. DNA പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി ഈ ഭ്രൂണം DNA പരിശോധനയ്ക്ക് സൂക്ഷിച്ചു എന്ന വിവരം കൂടിയുണ്ട്. നമ്മളിത് പക്ഷേ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെയൊരു കേസോ ഇങ്ങനെയൊരു പരാതിയോ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല, അല്ലേ റോഷി? അരുൺകുമാർ, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഞെട്ടിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പീഡന പരമ്പരകൾ. ഒരുപക്ഷെ ഇത്രയും സ്ത്രീകളെ, ഇത്രയും യുവതികളെ, നിരാലംബരായ യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പ്രണയിച്ച് വഞ്ചിക്കുക എന്ന് മാത്രമല്ല
അവരെ ഗർഭിണിയാക്കി ആ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുക, അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഈ വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടിയെടുക്കുക. ഇങ്ങനെ ഇതുവരെ കേരളം കാണാത്ത കുറ്റകൃത്യങ്ങൾ. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന്റെ ചരിത്രം രാജ്യത്ത് തന്നെ വിരളമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ പെൺകുട്ടിയുടെ കേസ് മാത്രമെടുത്താൽ ആ പെൺകുട്ടിയെ വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. തന്റെ ചെരുപ്പ് വാങ്ങാനായി 10,000 രൂപയാണ് ആ പെൺകുട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കൗണ്ട് വഴി മേടിച്ചത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വേണമെന്ന് ആവശ്യപ്പെട്ടു, അതും വിദേശത്ത് ഏറ്റവും മുന്തിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പെൺകുട്ടി ആ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൈമാറുന്നു. വസ്ത്രങ്ങൾ വാങ്ങാനെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നു, യാത്രകൾക്ക് വേണ്ടി പണം വാങ്ങുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിനംപ്രതി ഉപയോഗിക്കുന്ന, പ്രതിദിനം ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ പണം വാങ്ങിയത് ഈ പെൺകുട്ടിയിൽ നിന്നാണ്. ഒടുവിൽ പാലക്കാട് MLA ആയപ്പോൾ തനിക്ക് അവിടെ താമസിക്കാൻ, നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു നല്ല ഫ്ലാറ്റ് വേണമെന്ന് ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പെൺകുട്ടി ആ ഫ്ലാറ്റ് വാങ്ങിച്ചു നൽകാൻ തയ്യാറെടുക്കുന്നു. അവിടെയാണ് ഗർഭിണിയാണെന്ന് വിവരം അറിയുന്നത്. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ പതുക്കെ ആ പെൺകുട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രമം. സമാനമായ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ പരാതിക്കാരിയോടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനോഭാവം. അങ്ങനെ നിലവിൽ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭചിത്രത്തിന് വിധേയമായ യുവതികളുടെ എണ്ണം 3 അതിൽ ഒരു യുവതി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ആ യുവതി ഇപ്പോഴും കനത്ത മാനസികമായ വലിയ ആഘാതത്തിലാണ്. അവർക്ക് ഇതുവരെ തിരിച്ച് പഴയ മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കൂടുതൽ പെൺകുട്ടികൾ, യുവതികൾ കേരളത്തിനകത്തും പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരമായ ലൈംഗിക വേട്ടയ്ക്ക് ഇരയായിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിൽ 2 പെൺകുട്ടികളുടെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 പെൺകുട്ടികളും നിലവിൽ പരാതി നൽകാൻ തയ്യാറല്ല. അവർ പക്ഷേ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അവർക്ക് ഭയമാണ്. 2ാമത് പരാതി നൽകിയ പെൺകുട്ടി കൃത്യമായി ആ കാര്യം ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുന്നു എന്ന്. കാരണം തന്നെ അപായപ്പെടുത്തും. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയ സംഘങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ കർണാടകയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയ സംഘങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ട്. അത്തരം ബന്ധങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ കേസിൽ ഒള്ളി സങ്കേതമൊരുക്കാൻ സഹായകരമായത് എന്നതാണ് ആ പെൺകുട്ടിയെ, 2ാമത്തെ പെൺകുട്ടിയെ ഭയപ്പെടുത്തിയത്. ആ കാര്യങ്ങൾ കൃത്യമായി രാഹുൽ അറിയാവുന്ന ആളാണ് 2ാമത്തെ പെൺകുട്ടി. അതുകൊണ്ടാണ് കൂടുതൽ പരാതികൾ വരാതിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഇത് അനിവാര്യമായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ കയ്യാമം വെക്കേണ്ടത്. കാരണം അത്രയും പെൺകുട്ടികൾ ഇരയായിട്ടുണ്ട്. ഒട്ടേറെ പേർ നമ്മളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ചില പെൺകുട്ടികൾ അവർക്ക് കൃത്യമായി ഇത് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ മാനസിക നില എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ആ ട്രോമ അത് വിവരിക്കാൻ കഴിയില്ല ആർക്കും. അത് പറഞ്ഞാൽ അത് ബോധ്യമാവുകയുമില്ല. കാരണം ആ പെൺകുട്ടികളെ പഴയ അവസ്ഥയിലേക്ക്, ആ പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ അനുഭവം പറയുന്നത് തന്നെ വേദനയോടെയാണ്. കാരണം അവർ പറയുന്ന ഈ ഒടുവിൽ പരാതി നൽകിയ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അത്രയും വേദനാജനകമായിരുന്നു. ഇത്രയും ഒക്കെ കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരു സ്ത്രീയോട് എന്നാണ് അവർക്ക് സംശയം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റോഷി. നമുക്ക് ഈ KPM റീജൻസിയിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ആദ്യം കേരളക്കര കണ്ടത് റിപ്പോർട്ടർ TV യിലൂടെയാണ്.